ഒരാൾക്ക് പുരയിടത്തിൽ നിന്ന് ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ കിട്ടി. പെരുമ്പാമ്പ്. അയാൾ അതിനെ വളർത്താൻ തുടങ്ങി. ദിവസങ്ങൾ പോകെ ഒരു ദിവസം പാമ്പ് ഭക്ഷണമൊന്നും കഴിക്കാതെ യജമാനോടൊപ്പം കിടക്കാൻ തുടങ്ങി. ഇതോടെ അയാൾ വെറ്റിനറി ഡോക്ടറെ കണ്ടു. നിങ്ങളെ പെരുമ്പാമ്പ് കഴിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് പറഞ്ഞതോടെ അയാൾ പാമ്പിനെ ഉപേക്ഷിച്ചു. ബയോഡേറ്റ വാങ്ങി തുടങ്ങാൻ കഴിയുന്നതല്ല ഓരോ ബന്ധങ്ങളും. ഓരോ ബന്ധവും ആരംഭിക്കുന്നത് പുതുമയുടെയോ ആവശ്യങ്ങളുടെയോ ആകസ്മികതയുടെയോ അടിത്തറയിൽ നിന്നാകാം. ഒരിക്കൽ കൂടി പറയുന്നു, ഓരോ ബന്ധവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരംഭിച്ചിരിക്കുന്നതും ഇനി ആരംഭിക്കാൻ പോകുന്നതും പുതുമതയുടെയോ അതല്ലെങ്കിൽ പുതിയ ആവശ്യങ്ങളുടെയോ ആകസ്മികതയുടെയോ ഒക്കെ അടിത്തറയിൽ നിന്നാകാം. പക്ഷെ ബന്ധങ്ങൾ തുടരേണ്ടതിൻ്റെ മാനദണ്ഡം ഇതൊന്നും ആകരുത്. ആകസ്മികതയാകരുത്, നിങ്ങളുടെ ആവശ്യം മാത്രമായി തീരരുത്. എല്ലാ ബന്ധങ്ങളും എക്കാലവും നിലനിർത്തേണ്ടതുമല്ല. താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ട പലതും അവിടെ തന്നെ അവസാനിക്കേണ്ടതാണ്. അനാരോഗ്യകരമെന്ന് തോന്നുന്നവ ഉപേക്ഷിക്കണം, നമ്മുടെ പെരുമ്പാമ്പിനെ പോലെ. ഇല്ലെങ്കിൽ ആ പാമ്പ് നിങ്ങളെ തിന്നും. ചുറ്റും രൂപപ്പെടുന്ന വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിലും കരുതലോടെ കാത്തു സൂക്ഷിക്കേണ്ട വളരെ കുറച്ച് ബന്ധങ്ങൾ മാത്രമേ കാണൂ. അവയ്ക്കു ചില സവിശേഷതകൾ ഉണ്ടാവണം. പരസ്പരം വളരാൻ അനുവദിക്കണം, പരസ്പരം ഇടമനുവദിക്കണം, വ്യത്യാസങ്ങൾ അംഗീകരിക്കുകയും സ്വകാര്യ ഇടങ്ങൾ അനുവദിച്ചു നൽകുകയും വേണം. അപകടകരമെന്നും അനുചിതമെന്നും തോന്നിയാൽ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയണം, ഒട്ടും വൈകാതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ ബന്ധങ്ങളും ആജീവനാന്തകാലം നിലനിർത്തേണ്ടതല്ല. എന്നാൽ ചില ബന്ധങ്ങൾ പെട്ടെന്നങ്ങനെ മുറിച്ചെറിയേണ്ടവയുമല്ല. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് മാത്രമാകരുത് നിങ്ങളുടെ ബന്ധങ്ങൾ ഉടലെടുക്കേണ്ടത്. നല്ല കേൾവിക്കാരനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടം തന്നെയാണ്. നല്ല കേൾവിക്കാരിയെ നഷ്ടപ്പെട്ടാൽ